ഞാനൊരു സത്യം പറയട്ടാ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാണ്, അറിയാം. എന്താന്ന് ഞാൻ പറയട്ടെ? എന്താ? സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുന്നതല്ലേ? ഓ സത്യമാണ് ഏട്ടാ, ഞാൻ നീയും കൂടെ ബാംഗ്ലൂർ വർക്ക് ചെയ്തു, നമ്മൾ പ്രണയിച്ചു, നമ്മൾ കല്യാണം കഴിച്ചു. പക്ഷെ നമ്മുടെ കല്യാണം കഴിച്ച് 3 ദിവസമായേ, ഇതുവരെ നമ്മുടെ വീടിന് പുറത്തിറങ്ങിയില്ല. അതുകൊണ്ട് ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. ചേട്ടൻ പുറത്തു പോകുന്നുണ്ടോ? അല്ല, നമ്മൾ രണ്ടും കൂടെ പുറത്തു പോകുന്നു. അങ്ങനെ നീ കൊടി തൂക്കി പറയുന്ന കേട്ടിട്ടുണ്ടോ? ഒളിപ്പൊക്കി പറയൂ. ഒളിപ്പൊക്കി പാറയല്ല, കൊടി തൂക്കി പാറ, കൊടി തൂക്കി പാറ. അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, കണ്ണുറക്കാൻ പറ്റില്ല. എന്നാ പിന്നെ എന്തിനാ അവിടെ പോണത്? അവിടെ പോയി വല്ലതും കാണണ്ടേ? ഞാനൊരു അലങ്കാരമായിട്ട് പറഞ്ഞു പറഞ്ഞാൽ അതിനെ പിടിച്ചങ്ങ് പോക്കുവാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ തുറക്കാൻ പറ്റും. അവിടെ ഭയങ്കര രസം. നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോലെ ഭയങ്കര കാറ്റാണ്. ഈ കൊടിതൂക്കി പാറയിൽ നമ്മൾ പോകുന്നു, അവിടെ പോയി കാറ്റ് കൊള്ളുന്നു, നമ്മൾ ഉച്ചയ്ക്ക് അവിടെ ഇറങ്ങുന്നു, എന്റെ വീട്ടിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വീട്ടിൽ വരുന്നു, അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കൊടിതൂക്കിപ്പാറ പോകുന്നു, കാറ്റ് കൊള്ളുന്നു, അതുവരെ ചേട്ടന്റെ സ്ക്രിപ്റ്റ് ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് പൊളിക്കും. നമ്മൾ അവിടെ ചെല്ലുന്നു, കാറ്റ് കൊള്ളുന്നു, ഫുഡ് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു, രാത്രി വരെ അവിടെ ഇരിക്കുന്നു, പിന്നെയും ഫുഡ് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു, എന്നിട്ട് തിരിച്ച് നമ്മൾ ഈ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുന്നു. ഈ പാറയുടെ മണ്ടലക്കാരെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടുതരാൻ പറയണത്? ആ പ്ലെയിനിൽ ഫുഡ് ഓർഡർ ചെയ്യാമെങ്കിൽ പാറയുടെ മുകളിൽ ഫുഡ് ഓർഡർ ചെയ്യാം. എന്നാലും നീ എന്റെ വീട്ടിൽ ഒന്നും ആഹാരം കഴിക്കൂല. സിനുവിന് അറിയാലോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ അന്ന് ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചതിന് നിങ്ങളുടെ അമ്മയും ഞാനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഈ വാടക വീട്ടിൽ ഇപ്പൊ വന്ന് താമസിക്കുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങളെ വീട്ടിലോട്ട് വരാനും പറ്റില്ല, അവിടുന്ന് ഫുഡ് കഴിക്കാനും പറ്റില്ല. ഞാൻ ഓർഡർ ചെയ്തേ കഴിക്കുള്ളൂ. ഓ ശരി. അണ്ട് എനിക്ക് കുറച്ച് മെയിലൊക്കെ അയക്കാനുണ്ട്, സമയമില്ല. ലഞ്ച് ഓർഡർ ചെയ്താ? ഓർഡർ ചെയ്യണേ, ഞാൻ പോട്ടെ. നമസ്കാരം. നമസ്കാരം 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 നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് സിനു. ഓക്കെ, ഞാൻ റെസിഡൻസ് അസോസിയേഷൻ ഗ്രിഗറി, പേര് സെക്രട്ടറി. റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി, പേര് ഗ്രിഗറി. ഞാൻ ഇവിടെ ഓരോരുത്തരും വരുത്തു പോക്കുണ്ടല്ലോ, അതായത് ഇവിടെ വാടകയ്ക്ക് വരുന്നുണ്ട്, ആൾക്കാർ പോകുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പൊ അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആയ സ്ഥിതിക്ക് അറിയണമല്ലോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ്. എന്ത് ചെയ്യുന്നു മിസ്റ്റർ? ഞാനിവിടെ വർക്ക് അറ്റ് ഹോം ആണ്. അതായത് വീട്ടു ജോലി. വീട്ടു ജോലി. അപ്പൊ നീ ഒരു കാര്യം ചെയ്യുന്നില്ല, മുതലാളി വിളി. ഞാൻ തന്നെയാണ് മുതലാളി വീട്ടുകാരൻ. അത് ശരി ശരി ശരി. നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണോ അതോ? ഒറ്റ ഭാര്യയുണ്ട്. ഭാര്യയുണ്ട്. എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട്? 3 വർഷം 3 മാസം 3 ദിവസം 3 ദിവസവും. അയ്യോ, അതിനിടയ്ക്ക് നീ ഇങ്ങ് വന്നാടേ. നീ എവിടെയായിരുന്നു താമസം? അതായത് എന്റെ വീട് പൂപ്പള്ളി. പൂപ്പള്ളിയിൽ എവിടെ? പൂപ്പള്ളി പഞ്ചായത്ത് ഓഫീസില്ലേ? പഞ്ചായത്ത് ഓഫീസ്. അതിന്റെ പുറകെ ഒരു പാൽ സൊസൈറ്റി ഇല്ലേ? പാൽ സൊസൈറ്റി. അതിന്റെ പുറകിലത്തെ വീട്. നമ്മളെ ദിവാകരന്റെ വീട്, ഓടിച്ച വീട്. അച്ചായി. ദിവാകരന്റെ അച്ഛനാ? അല്ല, എന്റെ മോനാണ് ദിവാകരൻ. ഓ, എന്താ? അല്ലല്ല, ദിവാകരൻ മാമന്റെ മോനാണ് ഞാൻ. ദിവാകരന്റെ മോനാണ് നീ. അതുപോലെ മാമനും അറിയാമോന്ന്, ഞാൻ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. നല്ല ബിസിനസ് ആണ്. ബിസിനസ്. കാരണം വയസ്സായ ആൾക്കാരെല്ലാം ഇപ്പൊ അതെല്ലാം ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് നല്ല ബിസിനസ് ആണ്. നീ എങ്ങനെ തുണിയെടുത്ത് തയ്ക്കോ അത് തിരുപ്പൂരിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരും? നൈറ്റി കമ്പനി എന്ന് പറഞ്ഞാൽ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഞാനും വൈഫും. ശരി ശരി. വീട്ടിലിരുന്നാണ് പണി ചെയ്യുന്നത്. ഒന്നുമില്ല. നീ ഭാര്യ ഒറ്റയ്ക്കാണ് ഇവിടെ താമസം? ഞാനും ഭാര്യ ഒറ്റയ്ക്ക്. നമ്മൾ 2 പേരുണ്ട്. എന്തിനാണ് പ്രശ്നം നിങ്ങൾ തമ്മിൽ? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ പറയുമ്പോ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ് വിഷമം? നിന്റെ വിഷമം പറ. ഒരു പ്രശ്നമില്ല. അല്ല കൊണ്ടാണ്. എടാ ദിവാകരന്റെ മോൻ എന്നുള്ള രീതിക്ക് നീ എന്റെ അടുത്ത് കാര്യം പറ, നമുക്ക് ഡീൽ ചെയ്യാന്ന്. മാമനോട് ഞാൻ കാര്യം പറയടാ. എന്റെ ഭാര്യ. നീ പറഞ്ഞല്ലേ എനിക്കറിയാം. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. അതായത് എന്റെ ഭാര്യയുടെ മൂത്ത ആളെന്നുള്ള രീതിയിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ എന്നോട് ക്ലിയർ ചെയ്യാം. അല്ല മാമ, പറയടാ. ഇതിന്റെ വായിക്കാത്ത എന്തോന്ന് ഇപ്പൊ എടുത്ത് കയറ്റി കൊടുക്കും. ഞാനായിട്ട് തുടങ്ങി വെച്ചത് നീ ആയിട്ട് തീർക്കാൻ പോവാ. അതായത് മാമ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് പുറത്ത് നിന്നാ പഠിച്ച എന്റെ ഭാര്യ. ഓ, അപ്പൊ അകത്തിരുത്തില്ല, ബെഞ്ചില്ലായിരുന്ന? മാമാന്ന് വിളിച്ച ഭാഗമുണ്ട് എന്നെ. മാമാന്ന് വിളിച്ചാ പുറത്തു നിന്ന് പഠിച്ചോണ്ട് ഇവിടെ വീട്ടിൽ ആഹാരം ഒന്നും കഴിക്കൂല. അത് ശരി. എല്ലാ സാധനവും ഓർഡർ ചെയ്തേ കഴിക്കുള്ളൂ. രാവിലെ ഓർഡർ ചെയ്ത് കഴിക്കും, ഉച്ചക്ക് ഓർഡർ ചെയ്ത് കഴിക്കും, സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും, ഓർഡർ ചെയ്ത് കഴിക്കും, അപ്പൊ രാത്രി ഓർഡർ ചെയ്ത് കഴിക്കും. അപ്പൊ ഇവള് എന്തുണ്ടാക്കും? ഇതൊന്നും ഓർഡർ ചെയ്തില്ലെങ്കിൽ വഴക്കുണ്ടാക്കും. അത് ശരി. അപ്പൊ അതാണ് വിഷയം. അപ്പൊ ഇത്തിരി പശ കാണല്ലേ മാമ? എനിക്കൊരു ആഗ്രഹം കാണൂല മാമ, കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ കയ്യിൽ സ്വാഭാവികം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ഉണ്ടാകും. എന്റെ അമ്മേരെ ചോറ് കഴിക്കണം. തീർച്ചയായിട്ടും. ഇവള് കഴിക്കൂല മാമ. അതാണ് വിഷയം. എടി ഇവള് ഇങ്ങനെ തുടങ്ങി. അതാ പറഞ്ഞ നിന്റെ ഭാര്യ വന്നു. അത് കൂട്ടുകാരന്റെ അച്ഛൻ. ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരൻ. എന്തോ വേണ്ട അങ്ങളിന് കുടിക്കാൻ? ജ്യൂസ്? എനിക്കൊന്നും വേണ്ട. ജ്യൂസ് എടുക്കട്ടെ? ആയിക്കോട്ടെ. ജ്യൂസ് ഓക്കെ. 2 ജ്യൂസ് പെട്ടെന്ന് ഓർഡർ ചെയ്ത് കൊടുക്ക്. അത് എനിക്ക് കുറച്ചുകൂടെ ജോലിയുണ്ട്. പിന്നെ ലഞ്ച് മറക്കല്ലേ അങ്കിളെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ആയിക്കോട്ടെ. ജ്യൂസ് ഇപ്പൊ കൊണ്ടുവരും. ആയിക്കോട്ടെ. കുടിച്ചോളണേ. ഞാൻ അങ്ങോട്ട് അകത്തോട്ട്
വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു. സാധാരണ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലുള്ള ആൾക്കാർ ഉടനെ ചായ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ജ്യൂസ് കലക്കി കൊടുക്കും. എപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്യുന്നു. ഇത് ശരിയാവില്ല, ഇതിന് പരിഹാരം കണ്ടേ പറ്റും. ഒരു വഴിയില്ല. നമുക്കൊരു ഐഡിയ ഉണ്ട്. എന്തോ? എന്റെ കുറച്ച് കമ്പനിക്കാരുണ്ട്. പക്ഷെ നമ്മുടെ പെണ്ണ് കേസാണ്. പെണ്ണ് കേസിലുള്ള ആൾക്കാരെ കൂടെ എന്നെ അതല്ല, പെണ്ണ് കേസ് സിനിമയിലെ ആൾക്കാരാണ്. അവരുമായിട്ട് നമുക്ക് സംസാരിച്ചു നോക്കാം. മനസ്സിലായ നിനക്ക്? ഇവൻ പറഞ്ഞ ഒരു ഐഡിയ പറയാം. അതായത് നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് അവള് കഴിക്കൂല. ഇല്ല, ഓർഡർ ചെയ്തേ കഴിക്കൂ. ഒരു കാര്യം ചെയ്യ്, നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് പൊതിഞ്ഞ് കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു പയ്യന്റെ കൊടുത്തിട്ട് ഓർഡർ ചെയ്ത് വന്നേന്ന് പറഞ്ഞ് അവ കൊണ്ടു കൊടുക്കണം. അത് ഞെക്കലുണ്ട്. കരി പറഞ്ഞില്ല, നത്ത് പറഞ്ഞില്ല, സീര പറഞ്ഞ, ആരും പറഞ്ഞില്ല. പക്ഷെ അവൻ പറഞ്ഞു. കൊള്ളാം, ന്യായമായ കാര്യം. നീ ഓർച്ചെന്നും പറഞ്ഞിരിക്കണ്ട, ഐഡിയ പറഞ്ഞു കൊടുത്തണ്ട. അങ്ങനെ അമ്മയെ വില കുറച്ച് കാണണോ? എനിക്കിപ്പോ അവൾ അമ്മയുടെ ആഹാരം, അമ്മയുടെ ഭക്ഷണം ഒരു ദിവസം കഴിച്ചാൽ അവൾ എന്റെ വീട്ടിൽ വിടാടാ, അത് റൂട്ട് മാറ്റി വിടുന്നതാ. മറുപടി പറഞ്ഞു. ഇല്ല, നീ മറുപടി പറയണ്ട. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ നമ്മളെ അഖില് പറഞ്ഞ കാര്യത്തിൽ അത് ഓക്കെയാണ്, അത് സൂപ്പറാണ്. എന്തെന്നറിയാമോ, ഈ ആരെയെങ്കിലും വിളിച്ച് ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഡെലിവറി പയ്യന്മാരില്ലേ, അവന്മാര് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കഴിക്കോ? ഡെലിവറി പയ്യൻ കൊണ്ടുവന്ന് എലിവേഷൻ കൊടുത്താലും അവള് കഴിക്കും. ഉറപ്പാണ്. ഞാൻ എന്റെ പരിചയപ്പെട്ട ഒരു പയ്യനുണ്ട്, യാറ്റ പയ്യൻ എന്ന് പറഞ്ഞാൽ വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുത്തി കൊണ്ടുവരുന്ന ടീമാണ്. അവനെ ഞാൻ കൊണ്ടുവന്നത് റെഡിയാക്കി എടുക്കാം. നീ ഒരു സഹായം ചെയ്യണം, നിന്റെ വീട്ടിൽ വിളിച്ച് നിന്റെ അമ്മയടുത്ത് പറയണം 2 പൊതിച്ചോറ് റെഡിയാക്കി വെക്കാം. ഓൺലൈനാണെന്ന് പറഞ്ഞു കൊണ്ടു കൊടുക്കാം. വിളിച്ചോ? ഞാൻ വിളിച്ചോളാം മാമ. അമ്മ അമ്മ, അമ്മ 2 പൊതിച്ചോറ് സെറ്റാക്കി വയ്യ മാമ. ഒരു പയ്യൻ വരും മാമ. മാമ അല്ല, അമ്മ വരും. കഴിച്ചു. അവള് വരുമെന്നോ. പക്ഷെ ഇന്ന് അമ്മ കൊടുത്തു വിടണ ചോറ് കഴിച്ചിട്ട് അവള് വീട്ടിൽ വരണം. അമ്മ അതിൽ സെറ്റ് ചെയ്യമ്മ. ബാക്കിയെല്ലാം സെറ്റ്. ഓക്കെ അമ്മ. ഉമ്മ ശരി അമ്മ. സിനു, ഓ ലഞ്ച് ഓർഡർ ചെയ്തായിരുന്നു. എനിക്ക് വിശന്ന് പോയി. ഇനി എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണമെന്നറിയോ? ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. എന്ത് സർപ്രൈസ്? നമ്മൾ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും മറ്റേ നൂഡിൽസും ഒക്കെ അല്ലേ കഴിക്കുന്നത്. ഇന്നൊരു വെറൈറ്റി സർപ്രൈസ് ഉണ്ട്. നീ ഞെട്ടും. ഞെട്ടിയാ കൊള്ളാം. ഞാൻ നോക്കട്ടെ. നീ ഞെട്ടും, സത്യമായിട്ട് ഞെട്ടും. ഉറപ്പാണ്. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. വരുമ്പോ വിളിക്കണം, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ വിളിക്കാം. വിളിക്കണേ. ഞെട്ടും. എവിടെ പോയി കിടക്കണ്ട, മിക്കറിയാം എവിടെ ഞെട്ടും. വിളിച്ചു പറഞ്ഞു എല്ലാം റെഡിയാക്കി. പയ്യൻ സെറ്റാണ്. അവൻ നേരെ നിന്റെ വീട്ടിൽ പോകുന്നു. ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് വരുന്നു. നേരെ ഓൺലൈനിലാണെന്ന് പറഞ്ഞിട്ട് അവൻ കൊടുക്കാം. കഴിക്കുന്നു, നിങ്ങൾ ഒരുമിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. എന്റെ കൂടെ നീ എപ്പോഴും നിന്ന് ബാക്കി ഞാൻ നോക്കിക്കോളാം. അവള് കഴിച്ചു കഴിഞ്ഞാൽ അവളെന്റെ വീട്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുള്ള കഴിച്ചാൽ മതിയാ. ഒരുള്ള എത്തി കയറി നിക്ക. വാടാ ഇങ്ങോട്ട്. കൊള്ളാം. ഒരു വാട്ടർ ബോട്ടിലും കൂടെ കെട്ടി തൂക്കാത്തുണ്ട്. സ്കൂളിൽ പോകണ വായി നോക്കി. അല്ല, മറ്റേ ബാഗ് കിട്ടിയില്ല, ഇതേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊരു കഷ്ടം. എന്താടാ ഇത്? മാറിങ്ങോട്ട്. മോളൂ, എടാ നിന്റെ ഭാര്യ ഞാൻ വിളിക്കുന്ന നിനക്കെന്താ കുഴപ്പം? അല്ലല്ല, നിന്റെ ഭാര്യ നീ തന്നെ വിളിച്ചു. ചോറ് റെഡി. സർപ്രൈസ് റെഡി. ഇതാണ് സർപ്രൈസ്. അല്ലല്ല, ഈ ഒരു സർപ്രൈസ് ഉണ്ട്. അതെ സർപ്രൈസ് ഉണ്ട്. വട്ടപാത്രം. ഇതിനകത്ത് വട്ടപാത്രം അല്ല, ചട്ടിച്ചോറ്. ഇല പൊതിച്ചോറ്, ചട്ടിച്ചോറ്, അങ്ങനെയൊക്കെ പറഞ്ഞാണ് വട്ടപാത്രത്തിൽ ചോറ്. ഇതെന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇല വെച്ചിട്ട് ഈ പാത്രത്തിന്റെ അടപ്പുറത്ത് ഇങ്ങനെ പ്ലക്കന അടിച്ചു വെച്ചിട്ട് 2 തട്ട് കെട്ടിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിന്നോളാം. ആകൃതിയിൽ മാറ്റം കഴിച്ചോണ്ടാവും. അതെ ആണോ? കഴിച്ചിട്ട് കൊണ്ടുകൊടുത്തിട്ട് നെല്ല് കാണേണ്ട രീതി കാണാ. ചോറവിടെ പോയടാ. ചോറില്ലേ? എടാ പന്നെ, ഈ ചോറവിടെ പോയടാ. ചോറവിടെ പോയത് എനിക്ക് അറിഞ്ഞു. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. ഇത് തുറന്നു വെച്ചിട്ട് ഇതിന്റെ വീഡിയോ എടുക്ക്. ഇവന്റെ ഫോട്ടോ എടുക്ക്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിന്നെ നാറ്റിക്കും. സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഫോൺ എടുക്ക്. ഫോണ് ഫുൾ ചാർജ് ആയതുകൊണ്ട് സ്വിച്ച് ഓഫ് ആയിരിക്കും. എന്തൊക്കെ ആയിട്ട് സ്വിച്ച് ഓഫ് ആയി പോയി. ഞാൻ എന്റെ ഫോൺ എടുത്തോണ്ട് വരാം. അവനെ വിടരുത്. അവനെ ഇങ്ങോട്ട്
ഒന്നും ചെയ്യരുത്. ഇരിക്കണം ഇവനെ. നിന്റെ അടുത്ത് മര്യാദയ്ക്ക് പാവിട്ട് പറഞ്ഞല്ലടാ നീ ചതിക്കല്ലേ ചതിക്കല്ലേ. എന്താടാ സംഭവം? ചോറോടെ പോടാ. അതാണെങ്കിലേ ആണെങ്കിലേ പറയടാ അങ്ങോട്ട്. സാറിന്റെ വീട്ടിൽ ചോറ് മാഞ്ഞിട്ട് വന്നപ്പോഴേ എനിക്ക് വണ്ടി കൊണ്ടുവന്നപ്പോ ഇരിക്കാൻ പറ്റില്ല. അതെന്ത് മൂലക്കുരുന്റെ അസുഖം ഉണ്ടായിരുന്നു? അതല്ല, പിന്നെ ആ ചോറിന്റെ മണം അടിച്ചപ്പോഴേ ഞാൻ ഒരു പൊരിച്ച മീൻ എടുത്തുന്നു. ബാക്കി പറ. അത് കഴിഞ്ഞ വീണ്ടും ഞാൻ വണ്ടി ഓടിച്ചപ്പോ വീണ്ടും എനിക്ക് മണം ഓടിച്ചപ്പോ ഞാൻ ബാക്കി ചോറെല്ലാം അങ്ങോട്ട് എടുത്തുന്നു. ചോറ് കണ്ട ഭയങ്കര ആക്രാന്തം തോന്നി. എന്റെ കുടുംബം ചോറ് മതിയിലാണ്ടോ ഇരുന്നത്. എന്റെ കുടുംബം യവനെ കൊല്ലണം. യവനെ കൊന്നിട്ട് ഞാൻ പോകും. അതെ, ഇവനല്ലേ തിന്നത്? ഇവനല്ലേ തിന്നത്? ഇവനല്ലേ തിന്നത്? നമ്മൾ മാറിക്ക്. നാണുണ്ടോ നിനക്ക്? നാണുണ്ടോ? തണ്ട് തടിയൊക്കെ ഉണ്ടല്ലോ, ഓസിന് വെട്ടി വിഴുങ്ങാതെ പണിയെടുത്ത് തിന്നൂടെ കള്ളച്ചോറ് തിന്നാതെ? നാണുണ്ടാ ഇങ്ങനെ നടക്കാൻ? എന്നിട്ടൊന്നും അറിയാത്തവനാവാൻ നിൽക്കുന്നത്. ഞങ്ങളെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ഫുഡ്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് വാക്കാത്ത നാക്കില്ലേ? ഇല്ല, ഈ സാറിന്റെ അമ്മയുടെ കുഴപ്പമാണ്. എന്താന്ന്? ഓ, ഈ സാറിന്റെ അമ്മ നല്ല ചോറുണ്ടാക്കി വെച്ചോണ്ടല്ലോ എനിക്ക് ഇത് കഴിക്കേണ്ടി വന്നത്. അമ്മയാ? അത് സംഭവം എന്ന് പറഞ്ഞാലേ, നീ വീട്ടില് അമ്മയുടെ ചോറ് കഴിക്കൂലല്ലേ. അപ്പം ഈ മാവൻ പറഞ്ഞ് ഇങ്ങനെ ഒരു പയ്യനെ ആക്കിയിട്ട് വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞ് കൊണ്ടുവന്നാ നീ കഴിക്കുമ്പോ ഇഷ്ടമാവും, വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അതിനാണ് അതൊക്കെ കാണിച്ചു കൂട്ടിയത്. അതേനോടെ വേറൊരു കാര്യം പറയട്ടെ. ഒരു പരിചയമില്ലാത്ത യവന് ആ ചോറ് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ വീടുകളിലെ അമ്മമാരെല്ലാം ഉണ്ടാക്കുന്ന ആഹാരത്തിന് പ്രത്യേക ടേസ്റ്റ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ? അത് അവരുടെ സ്നേഹവും കൂടെ അതിൻ്റെ കൂടെ ചേർക്കും. അതുകൊണ്ടാണ്. ഇതാ ഇനി ഒരു പാത്രം ചോറും കൂടെ ഉണ്ട്. മക്കൾ ധൈര്യമായിട്ട് ഇതിൽ നിന്ന് ചോറെടുത്ത് കഴിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് പറയേണ്ട ശീലങ്ങളൊന്നും മാറ്റണമെന്ന് ഞാൻ പറയും. അതെ, പക്ഷെ നമ്മുടെ ശീലങ്ങളാണ് ശരി എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. അതെ, ഒരു വായ കഴിച്ചു നോക്ക്. ഒരുള്ള ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. വേണ്ട, അപ്പൊ ഞാൻ ഇത് കഴിച്ചു നോക്കണം. കഴിക്കണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നാ ഞാൻ കഴിച്ചു നോക്കാം. അല്ലാതെ ഞാൻ പോയിട്ട് കഴിച്ചാൽ മതി. അതെന്താ പോയിട്ട് കഴിച്ചാൽ മതി. പോയിട്ട് എന്താടാ നീ കൊതിമൂത്തപ്പോഴേ ഞാൻ ആദ്യം ആ പാത്രത്തിലെ ചോറാണ് തിന്നത്. യവനെ വെട്ടിക്കേറ്, യവനെ വെട്ടിക്കേറ്.